സഖാവ് കേട്ട് കാണും എനിക്കൊരു ഇരട്ടപ്പേരുള്ളത്, സഖാവ് പീറ്റർ. രഹസ്യമായും പരസ്യമായും എന്നെ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. വിരോധമില്ല, അതൊരു അപമാനവുമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല എന്ന് വീരവാദം മുഴക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സാർമാരുടെ പിന്നാമ്പറ കളികളാ എനിക്ക് സഹിക്കാത്തത്. സഖാവേ, ഇത് മുളയിലെ ഒന്ന് നുള്ളിക്കളയണം. കാര്യം പറ. അവൻ ആള് പാവമാ. എന്റെ കീഴിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. മിടുക്കനാ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ആളൊരല്പം കുഴപ്പമായോ എന്നൊരു സംശയം. ചുരുക്കത്തിൽ 2 DGPമാരും കൂടെ ചേർന്ന് അവനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാ മതി. പെരുമാൾ അവനാണല്ലോ CMന്റെ സെക്യൂരിറ്റി ചാർജും അന്വേഷണമൊക്കെ. ഇപ്പം വേറൊരു പണിയും കൂടി അവൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പണി? ഏഷണി. വെറുതെ ഓരോന്ന് സഖാക്കളെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും CMനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിന്റെ അസുഖമാണ് അവന്? സഖാവ് വേറെ ഒന്നും ചെയ്യണ്ട, അവനെ വിളിച്ച് ശരിക്കൊന്ന് വാൺ ചെയ്ത് വിട്ടാ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഞാനും ഉണ്ടല്ലോ ഈ അന്വേഷണത്തിൽ. ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങരുത് എന്നുകൂടി ഒന്ന് പ്രത്യേകം പറയണം. ആ വാസുദേവ, ആ പോലീസ് ഓഫീസറല്ലേ പെരുമാള്, അയാളെ ഒന്നിങ്ങോട്ട് വിട്ടേക്ക്. ആ എനിക്കൊന്ന് കാണാനാ. അല്ല എന്നാ ഞാനങ്ങ്. താനെന്തിനു പോണം? അല്ല ഞാന് ഇരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇരിക്കെ. തനിക്ക് കേൾക്കാൻ പാടില്ലാത്തൊന്നും എനിക്ക് അയാളോട് പറയാനില്ല. അല്ല അയാൾക്ക് പറയാനുണ്ടല്ലോ. അയാളൊന്നും പറയില്ല. സഖാവേ, ഒന്ന് വളച്ചാ മതി, ഒടിക്കണ്ട. അവനാള് പെരുമാൾ കേട്ടിട്ടുണ്ട്. ഇരിക്കെ. സാർ അവിടെ പോകുന്നു. എനിക്കൊന്ന് ബാത്റൂം പോണം. കുറച്ചു മുമ്പല്ലേ പോയത്? ഒന്നോടെ പോയ കള വയറ്. ഇരിക്കടോ. ആര് പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും. മുഴുവനും കേട്ട ശേഷം ആവശ്യമെങ്കിൽ മാത്രം മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ മൗനം. പലരും എന്റെ മൗനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദാ ഇയാളെ പോലെ പലതും ഞാൻ അംഗീകരിക്കുകയാണെന്ന മട്ടിൽ. അല്ലേ സാറേ? സഖാവേ, തന്നെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഒക്കെ വെറും ബെഡായിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. CMന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒരേ അഭിപ്രായമായി അവതരിപ്പിക്കുന്നതിനാണ് പാർട്ടി. ഞങ്ങളുടേത് ഒരു ജനാധിപത്യ കേഡർ പാർട്ടിയാണ്. മറ്റു പാർട്ടിക്കാർ എന്ത് അഴിമതി നടത്തിയാലും ജനം പറയും അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മറിച്ച് ചെറിയ വീഴ്ചകൾ മതി ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടാവാൻ. ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു സത്യം. എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ഈ രാജ്യത്തുണ്ടാവില്ല. കാരണം ഞാൻ സത്യം പറയും. എന്നെ വിമർശിക്കുന്നവർക്ക് പോലും നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്നാലും വിമർശിക്കും. അതവരുടെ ജോലി വൃത്തിയായി ചെയ്യട്ടെ. സത്യം ആരെങ്കിലും പറയണ്ടേ? നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് അന്വേഷണം നടത്താം. ഇനി എന്നെ തന്നെ സംശയമുണ്ടെങ്കിൽ പോലും ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. ഏത് അർദ്ധരാത്രിയിലും എന്നെ ചോദ്യം ചെയ്യാം, ഒരു തടസ്സമില്ല. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ? സർ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പാർട്ടിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിതത്തിൽ ഞങ്ങളുടെ യാതനയുടെ കയ്പ് അനുഭവിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ അനുഭവിച്ച കയ്പോ വേദനയോ ഞങ്ങളും അനുഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ ഫൗണ്ടേഷൻ. ആ ജനറേഷനിൽ പെട്ട ആളാണ് നമ്മുടെ CM. ആ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പെരുമാൾ, ഒരു മിനിറ്റ്. അല്ല ഞാൻ വേണ്ടേ? വേണ്ട. പെരുമാളെ, അവിടെ എന്തി? അയ്യോ എടാ, നിനക്കറിയാവോ വെറുതെ ഇരുന്ന് എന്നെ ആ സെക്രട്ടറിയാ വിളിച്ചു വരുത്തി ഓരോന്നോരോന്ന് തോണ്ടി തോണ്ടി ചോദിച്ചത്. ഞാൻ നിന്നെക്കുറിച്ച് പലതും കേമായിട്ട് പറഞ്ഞു. അതൊന്നും അയാൾ നിന്നോട് പറഞ്ഞില്ല. എന്നെ കുറിച്ച് കേമായിട്ട് പറഞ്ഞു സാറോ? സത്യം ഞാൻ പറഞ്ഞു. എടാ, എന്റെ ഉള്ളിൽ
നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല. എന്നിട്ടാണ് ഈ കേസ് അന്വേഷണം തുടങ്ങി അന്ന് മുതൽ എന്റെ പുറകെ ചാരപ്പണിക്ക് ആളെ വിട്ടത്. ചാരപ്പണിക്ക് ആളെ വിട്ടുന്നു? നീ എന്തോന്നാ ഈ പറയുന്നേ? അതെ, നിങ്ങളുടെ കീഴിലെ SI മോഹനൈസ് ഒക്കെ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാ അതൊന്നും തെളിയിക്കണല്ലോ. ഞാൻ അവിടെ വിളിക്കട്ടെ, നീ പോവല്ലേ? ആ പെരുമാളെ, നീ നിക്കേ. എടാ ഈ ലൈൻ ഒന്ന് കിട്ടിക്കോട്ടെ. പെരുമാളെ നിക്കേ. നിന്ന് SI സുനിലല്ലേ? എടാ മോഹൻ ഐസക് എവിടെ? ലീവാന്നു. എടാ എനിക്ക് ഇപ്പൊ തന്നെ അവനെ വേണം. അവന്റെ വീട്ടിൽ പോയി ഉടനെ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ. ഓക്കെ? ഞാൻ പറയണൊന്ന് കേക്ക്. എടാ പെരുമാളെ, നിന്നാണ് സത്യം. ഞാൻ ആരോട് സത്യമായി പറഞ്ഞിട്ടില്ല നിന്നെ ഫോളോ ചെയ്യാൻ. അല്പസ്വല്പം കുശുമ്പും കുന്നായ്മയൊക്കെ എനിക്കുണ്ട്. എന്നാലും ഈ യൂണിഫോം ഇട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂടാ. ശരി, ഞാൻ ആളെ ഒന്ന് കണ്ടേ. അല്ല ഒന്ന് നിന്നേ. അതെ, സെക്രട്ടറി നിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് എന്നെ കുറിച്ചാണോടാ? സാറേ, സാറിനെ മാറ്റി നിർത്തി എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് വേറെ ആരെയും കുറിച്ചായിരിക്കില്ലല്ലോ. കർത്താവേ, കുഴഞ്ഞു. DGP ആണുള്ള മോഹം കൊണ്ട് അയാളെ ഇംപ്രസ് ചെയ്യാൻ പോയത് ഇത് അവസാനം കുരിശാവോ? വണ്ടിയടാ. ഇന്നത്തെ ദിവസം മോഹൻ, പുതിയ കാർ വാങ്ങി നീ? നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പീറ്റർ സാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടുമില്ല, ലീവാണെന്ന് എനിക്കറിയില്ലേ. എനിക്ക് തീരെ സുഖമില്ല. നിനക്കെന്താ അസുഖം? നിന്നെ കണ്ടിട്ട് യാതൊരു കുഴപ്പമില്ല. അത് ഒരു ഉൾപ്പനിയാ. വൈഫിനും തീരെ സുഖമില്ല. ഓ, വൈഫിനും തീരെ സുഖമില്ലേ? അത് ശരി. എന്നങ്ങനെ ആവട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തത് പലതും നീ എനിക്ക് വേണ്ടി ചെയ്തു. ഈ ബാഗിലുള്ള പണം കണ്ടോ? ആവശ്യമുള്ളത് എടുത്തോളൂ. എത്ര എടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ട, ഒന്നും വേണ്ട. ഇതിനോടുള്ള ആർത്തി കൊണ്ടാ ഞാനിങ്ങനെ ആയത്. എന്തിനാ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്? കാരണം പോലും ചോദിക്കാതെ തന്ന പണം കൈനീട്ടി വാങ്ങിയത്. പറഞ്ഞ പോലെ എന്തെങ്കിലും നന്ദി ഞങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നെ സംശയിച്ച് ഈ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, പ്ലീസ്. ഇല്ല, ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പോയിക്കോളാം. എനിക്ക് ഫോണൊന്ന് തരുമോ? ഒരു കോള് വിളിക്കാൻ. അവനെവിടെ? അവൻ വരുന്നില്ല സാർ. വരുന്നില്ലെന്നോ? എന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് സാർ. ആ സാർ വന്നില്ലെങ്കിൽ ആ സാറിനെ നമുക്ക് അങ്ങോട്ട് പോയി കാണാമല്ലോ.